എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. സാധാരണ 1-ാം തീയതി 31-ാം തീയതിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ചെയ്യേണ്ടത്. എന്നാൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ന്യൂ ഇയർ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഐഡിയ ഒന്നും തോന്നിയില്ല, മൈൻഡിലേക്ക് വന്നില്ല. 1-ാം തീയതി ഉച്ചയായ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. Q&A വീഡിയോ അത്ര ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. സ്ഥിരം പ്രേക്ഷകർക്ക് മടുപ്പുളവാക്കുന്ന ഒരു സംഭവം കൂടിയായിരിക്കും ചിലപ്പോൾ Q&A വീഡിയോ. പക്ഷേ ഞാൻ അവിടെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, വളരെ ഗ്രാറ്റിറ്റ്യൂഡോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ വർഷവും 10,000-കണക്കിന് ആളുകൾ ചാനലിലേക്ക് കടന്നു വരാറുണ്ട്. 10,000-കണക്കിന് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഖ്യയായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും യൂട്യൂബ് ചാനലുകൾ, ഇൻസ്റ്റഗ്രാം പേജുകൾ, അതിലൊന്നും ഇതൊരു വലിയ സംഖ്യയൊന്നുമല്ല. നമ്മുടെ ചാനലിലേക്ക് 10,000-കണക്കിന് ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയൊരു സ്നേഹം തോന്നുന്ന അല്ലെങ്കിൽ നന്ദി തോന്നുന്ന ഒരു കാര്യമാണ്. 10,000-കണക്കിന് വ്യക്തികളാണ്, 10,000 ആളുകളാണ്, 10,000 സാഹചര്യങ്ങളാണ്, 10,000 കുടുംബങ്ങളിൽ നിന്നായിരിക്കാം അവർ വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരു ആളെ കേൾക്കാൻ വേണ്ടി വരുന്നു, സ്ഥിരമായിട്ട് അവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നു എന്നൊക്കെ പറയുന്നത് എനിക്കത് എന്തോ ഇന്നലെ ഓർത്ത സമയത്ത് വലിയൊരു കാര്യമായിട്ട് തോന്നി. അതിങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മളിലേക്ക് തരുന്നുണ്ട്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത്. അപ്പം അത്ര ആളുകൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ Q&A വീഡിയോ ഒക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. പലപ്പോഴും ഈ Q&A വീഡിയോയിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ചില ഫിലോസഫിയൊക്കെ അടിക്കും. പിന്നീട് അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വളരെ ക്രിഞ്ചായിട്ട് തോന്നും. അതുകൊണ്ട് പൊതുവേ ഞാനിങ്ങനെ Q&A വീഡിയോകൾ അത്ര ആസ്വദിച്ച് ചെയ്യുന്നൊരു വ്യക്തിയല്ല. എന്താണെങ്കിലും ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയാണ്. എനിക്ക് ഈ ന്യൂ ഇയറിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും പറയാനായിട്ട് തോന്നുന്ന, ചെയ്യാനായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. വിയോജിപ്പുകളുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരിക്കാം. അവരോട് ഏതെങ്കിലും തരത്തിൽ സ്നേഹത്തോടെ പെരുമാറാനായിട്ടുള്ള ഒരു അവസരം ഉപയോഗിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. അധികം ചോദ്യങ്ങളൊന്നുമില്ല. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 11 കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും ഉത്തരം കൊടുക്കാനായിട്ട് പറ്റുമായിരിക്കും. ക്യാമറയുടെ ബാറ്ററി അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ജീവിതത്തിൽ എങ്ങനെ കൈശലാവാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഓരോ ആളുകളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടല്ലേ ജീവിതത്തിൽ എങ്ങനെ കൈശലാവാം എന്ന് ചിന്തിക്കുന്നത്. അതൊക്കെ എങ്ങനെ അതിൻ്റെ ഒരു രീതിക്ക് നടന്നു പോകും എന്നുള്ളത് പറയാൻ മാത്രമുള്ള ഒരു അറിവും ജീവിതാനുഭവമൊക്കെ എനിക്കുള്ളൂ. സന്തോഷ സമ്മിശ്രമാണ് എൻ്റെ ജീവിതം, എൻ്റെ ദിനങ്ങൾ. സന്തോഷത്തിന് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു, സങ്കടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ ചില ദുരന്തങ്ങളൊക്കെ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. എന്താണെങ്കിലും ഞാൻ വിചാരിച്ച രീതിയിൽ, ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറത്ത്, ഞാൻ സ്വപ്നം കണ്ട ലൈഫിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നെനിക്ക് നിസ്സംശയം പറയാനായിട്ട് പറ്റും. ഞാൻ അത്രയൊന്നും ജീവിതത്തെക്കുറിച്ചിട്ട് വലിയ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്ര സീറോ സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഞാൻ വന്നത്. ഒത്തിരിയധികം നിങ്ങൾക്ക് മറ്റേ ദുരന്ത കഥകളിലൊക്കെ കേൾക്കാൻ പറ്റുന്ന എല്ലാ എലമെൻറ്റുകളും ഉള്ള ഒരു ചൈൽഡ്ഹുഡൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പം ഞാനിരിക്കുന്ന ഈ മുറി ഒരു ചെറിയ ഒരു കാര്യം പറയാം. ഈ മുറി പണ്ട് ഞങ്ങളുടെ പണി തീരാത്ത വീടിൻ്റെ മേൽക്കൂരയില്ലാത്ത ഹാളിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഈ മുറിയുടെ ഈ വീടല്ല, ആ പഴയ വീട്, അത് പൊളിച്ച് കളഞ്ഞു. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കും. അപ്പോൾ അവിടെ കുറച്ച് മണ്ണും കല്ലും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വളവൊഴുപ്പൻ പാമ്പുകൾ, മോതിരവളയൻ പാമ്പുകൾ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തെ വാതിലിനകത്തുള്ള ഒറ്റമുറിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റേ പഴയ ഷേപ്പില്ലാത്ത വെട്ടുകല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഒറ്റമുറി, ആ വീട്ടിൽ നിന്നിട്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നതിൽ പരം വലിയ സ്വപ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയോ നന്ദിയോടെ ഓർക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാനതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അടുത്ത ചോദ്യത്തിനും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഉത്തരം. ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ജീവിത അനുഭവമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും എനിക്ക് പിന്നീട് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. മേ ബി ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം. ഒരു നിമിഷം പോലും പാഴാക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ ജെന്യുവനായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു നിമിഷം പോലും പാഴാക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോഴാണ് ഞാൻ ആസ്വദിക്കുന്നത്, ലൈഫ് ആസ്വദിക്കുന്നത്. പണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹം അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകാറുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വണ്ടിക്കൂലി ഒന്നും മുടക്കാനായിട്ട്
ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ഞാനതങ്ങനെ ചിലവാക്കാറുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പം എല്ലാ പരിപാടികൾക്കും പോകാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ സാഹചര്യങ്ങളുണ്ട്. ജോലി മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ പോവാം, ഫ്ലെക്സിബിളാണ്. ഇതൊക്കെ ഞാൻ വലിയൊരു സന്തോഷമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോസിറ്റീവായിട്ട് നടന്നോളും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണ്. അടുത്തത് ഹരികൃഷ്ണൻ്റെ കമൻറ്റാണ്. ഹരികൃഷ്ണൻ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന സുഹൃത്താണ്. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമോ? എങ്ങനെ ഇപ്പോൾ ഉള്ള ജോബിലേക്ക് വന്നു ആഫ്റ്റർ ഗ്രാജുവേഷൻ? കരിയർ പ്രോസ്പെക്ട്സ്, ജോബ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. കരിയറിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ചുരുക്കി ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ് മുതൽ ഞാൻ എൻ്റെ കരിയർ ഫോക്കസ് ചെയ്തിട്ട് പണിയെടുക്കുന്ന വ്യക്തിയാണ്. 8ാം ക്ലാസ് ആയ സമയത്ത് ഞാൻ ഉറപ്പിച്ചു മാധ്യമപ്രവർത്തനം, ടെലിവിഷൻ എന്നീ മേഖലകളിലേക്ക് പണിയെടുക്കാം. അതാകുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അങ്കിൾ ആൻറ്റി വഴി ഒരു ക്യാമറ ലഭിച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് എഡിറ്റിംഗ് പഠിച്ചെടുത്തു. അന്ന് എഡിറ്റിംഗ് ക്യാമറയൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. യൂട്യൂബ് കാര്യങ്ങളൊന്നുമില്ല, നെറ്റില്ലല്ലോ. അപ്പം മാനുവൽ നോക്കിയിട്ട് വേണം ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. എങ്ങനെയൊക്കെ പഠിച്ചെടുത്തു. 9, 10, +1, +2 സമയത്തൊക്കെ എൻ്റെ ഒരു തൊഴിൽ മേഖലയാണ് ഈ വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടർ പഠനം നടത്താമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത്. അന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ +2 സയൻസ് ഗ്രൂപ്പ് വേണമെന്ന് അവരുടെ വെബ്സൈറ്റിൽ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ്, അന്ന് ആപ്ലിക്കേഷൻ ഫോമിൽ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ +2 സയൻസ് ഗ്രൂപ്പ് എടുത്തത്. എങ്ങനെയാണ് പാസ്സായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എനിക്ക് കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി ഇത് ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്കതൊരു അത്ഭുതമാണ് എങ്ങനെ ഞാൻ ജയിച്ചു എന്നുള്ളത്. ഒരു ട്രോമയാണ്. അങ്ങനെ +2 കഴിഞ്ഞ സമയത്ത് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ നാട്ടിൽ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണിയെടുക്കേണ്ടത് കൊണ്ടും ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയില്ല, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേറെ കേരളം വിട്ടൊന്നും പോയില്ല. നാട്ടിൽ തന്നെ ഉള്ളൊരു കോളേജിൽ ഇതുമായി ഏകദേശം അടുപ്പിക്കാൻ പറ്റുന്ന BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് എടുത്തു. അപ്പോൾ അതിനകത്ത് മീഡിയ ഒക്കെ ഉണ്ടല്ലോ, ടെലിവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് മതി, അതാണെങ്കിൽ കൊക്കിൽ ഒതുങ്ങുന്നതാണെന്ന് മനസ്സിലാക്കി അത് പഠിച്ചെടുത്തു. രാമപുരം മാർഗസ്തീനോസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ കോളേജ്, ആ ടീച്ചേഴ്സ്, അവരൊക്കെ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം ഐഡിയകൾ ഇട്ട് തന്നു. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ചെയ്തത് SH കോളേജ് തേവരയാണ്. തേവര കോളേജിൽ ഞാൻ മീഡിയ തന്നെ PG എടുത്ത് ചെയ്തു. മൾട്ടിമീഡിയ, MA മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു കോഴ്സ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് അവർ മാറ്റി. അപ്പം അങ്ങനെ MA എടുക്കുന്നു. തേവര കോളേജിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്തു. അത് എൻ്റെ കരിയറിലെ ഏറ്റവും ബാഡായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. എനിക്കന്ന് ശമ്പളം കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ ചാടി കയറി വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ശരിക്കും ഞാൻ പഠിച്ച ആ ഒരു പഠിത്തത്തിന് ഒരു ചാനലിലെ ക്യാമറമാൻ, എഡിറ്റർ ആവേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു ചാനലിൻ്റെ പേര് പറയുന്നില്ല. കാരണം അത് എൻ്റെ ഒരു ബാഡ് ഡിസിഷനായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ മീഡിയ ഫീൽഡ് എടുത്തു. നമ്മൾ അത്രയും കാലത്തോളം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഒരു ചാനലിലെ ക്യാമറമാൻ, എഡിറ്ററായിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മുടെ CV-യിൽ ആദ്യം തന്നെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഉണ്ട്. ആ ഒരു നെഗറ്റീവ് പിന്നീട് എനിക്ക് പലയിടത്തും ബാധിച്ചു. അതിനുശേഷം ഞാൻ എങ്ങനെയോ ഗൾഫിലെത്തി. ഗൾഫിൽ ആദ്യമൊക്കെ നല്ല സ്ട്രഗിളായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ലക്കിന് ഒരു US കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ എനിക്ക് നല്ല സാലറി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കുന്ന സമയത്ത് വലിയ വിഷമമാണ് ആ ഒരു ജോലി പോയത്. ആ ജോലി പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അമ്മയുടെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വന്നതാണ്. RCC-യിലായിരുന്നു. 10 ദിവസം കൊണ്ടാണ് ആ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവർ ചെയ്യാറുള്ളത്. പക്ഷേ 10 ദിവസം കൊണ്ട് അമ്മ തിരിച്ച് ഓക്കെ ആവാത്തതുകൊണ്ട് 1 മാസത്തിൽ മിച്ചം എടുത്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആവാൻ വേണ്ടി. അങ്ങനെ RCC-യിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് പുറത്ത് ഒരാൾ നിൽക്കേണ്ടതുണ്ട്. 1 മാസമൊക്കെ ആര് വന്ന് നമുക്ക് വേണ്ടി നിൽക്കാനാണ്. അപ്പം ഞാൻ തന്നെ 1 മാസം അവിടെ റൂം എടുത്ത് താമസിക്കേണ്ടി വന്നു. 1 മാസമൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ആ ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ട് അവർക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ വളരെ മാന്യമായിട്ട്, അവർ മാക്സിമം ട്രൈ ചെയ്തു, ഞാൻ വളരെ മാന്യമായിട്ട് അവസാനം റെസിഗ്നേഷൻ കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഗൾഫിലേക്ക് പോകാനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ ഫ്രീലാൻസ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്തു. എനിക്ക് ഈ ഗൾഫിലെ എക്സ്പീരിയൻസ് നല്ല ഗുണം ചെയ്തു. അപ്പം ഞാൻ കുറച്ച് ബ്രാൻഡിങ് പ്രൊജക്റ്റുകൾ, ഗവൺമെൻറ് ഇവൻറ്റ്സ്, അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ചെറിയ കമ്പനികളുടെ ബ്രാൻഡിങ് വർക്കുകളൊക്കെ എടുത്ത് തുടങ്ങി. അത് എനിക്ക് ഒത്തിരിയധികം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കി. അതിനോടൊപ്പം ഞാൻ സെൻറ് തോമസ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം കോളേജ് ജോബ് റിസൈൻ ചെയ്തിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ തുടങ്ങി.
അങ്ങനെ മീഡിയ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ അവരുടെ മീഡിയ മാനേജർ പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അതെനിക്ക് കിട്ടി. ഈ കഴിഞ്ഞ 2 മാസം മുൻപ് ഞാൻ ആ ഒരു ജോബ് റിസൈൻ ചെയ്തു. ഇതുവരെ പറഞ്ഞതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വീണ്ടും കോളേജിൽ പോയി തുടങ്ങി. പഠിപ്പിക്കാനല്ല, പഠിക്കാൻ വേണ്ടി. LLBക്ക് ഞാൻ ജോയിൻ ചെയ്തു. 2 മാസമായിട്ട് ഞാൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അടക്കമുള്ള 63 പിള്ളേരുള്ള ക്ലാസ്സിൽ സെക്കൻഡ് ബെഞ്ചിൽ ഞാനിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എനിക്ക് ഒരു ധാരണയില്ല ഈ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴത്തേനാണ്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിലൊക്കെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ഒത്തിരിയധികം പ്രാരാബ്ദങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏജാണിത്. എനിക്ക് പല ഇൻകം സോഴ്സൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സ്ട്രഗിളുണ്ട്, പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. വൈകിട്ട് വന്നിട്ട് ഞാൻ കൂടുതൽ നേരം വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടേണ്ടി വരാറുണ്ട്. കാരണം എൻ്റെ പഠനത്തിനുള്ള ചിലവുകൾ ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ എനിക്ക് വീടിൻ്റെ EMI അടയ്ക്കണം, കാറിൻ്റെ EMI അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലി നിർത്തിയിട്ട് ഇതെല്ലാം ഇതര വരുമാനങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ഉപയോഗിക്കാൻ പറ്റിയല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ട്ണറോടാണ്. ഇപ്പം വൈഫൊക്കെ ആണെങ്കിലും പഠിക്കുകയാണ്. പുള്ളിക്കാരി ഇപ്പോൾ MD കഴിഞ്ഞു. ഇപ്പോൾ എക്സാം കഴിയുമ്പോഴത്തേന് അത് കഴിയും. പിന്നെ SRship കാര്യങ്ങളാണ്. ആൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ കാര്യമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലിപ്പോൾ അച്ഛൻ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പെങ്ങൾക്ക് ജോലിയുണ്ട്. കുട്ടികളായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഞാനത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ റേഞ്ച് വേറെയാണ്. അതേപോലെ തന്നെ വേറെ ജോലിയൊക്കെ ചെയ്തിട്ട് വന്ന ആളുകളുണ്ട്. റിട്ടയർഡ് ആയിട്ടുള്ള നമ്മുടെ സർക്കാർ സർവീസിൽ നിന്നൊക്കെ വിരമിച്ചിട്ടുള്ള സബ്സ്ക്രൈബറായിട്ടുള്ള ചേച്ചിയുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ആളുകളുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേന് അതൊരു വലിയ കാര്യം തന്നെ, അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ലോയാണ് അത് പഠിക്കുന്നത്. നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും നോക്കിയല്ല ശരിക്കും ഈ കോഴ്സ് എടുത്തത്. ഇഷ്ടം കൊണ്ട് എടുത്തതാണ്. കാരണം ഞാൻ പഠിക്കാൻ ആഗ്രഹമുള്ളിടത്തോളം പഠിച്ചു, ജോലി ചെയ്തു, അത്യാവശ്യം ഒന്ന് സെറ്റിലായി. അപ്പോൾ ഇനി പഠിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഗതി എന്നുള്ള രീതിയിലാണ് ഇതെടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ലോയുമായി ബന്ധപ്പെട്ട അറിവൊക്കെ എപ്പോഴും നല്ലതാണ്. അതേപോലെ ഇപ്പോഴത്തെ കാലത്ത് ജേർണലിസ്റ്റുകളൊക്കെ നിയമം പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഏതൊക്കെ വകുപ്പിലൊക്കെയാണ് നമ്മളൊക്കെ പെടുത്താനായിട്ട് പോകുന്നതെന്നുള്ളത് അറിയില്ല. ഞാൻ പിന്നെ അത്രയധികം റിസ്ക് എടുത്ത് വലിയ മാധ്യമപ്രവർത്തനമൊന്നും ചെയ്യാത്തത് കൊണ്ട് പേടിക്കേണ്ട എന്നുണ്ടെങ്കിലും ആർക്കാണ് എപ്പോഴാണ് ഓരോ പണിയൊക്കെ നമുക്ക് തരാനായിട്ട് തോന്നുക എന്നുള്ളത് അറിയത്തില്ലല്ലോ. അടുത്ത കമൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ദൈവവിശ്വാസം ഇല്ലാതാകാനുള്ള കാരണം എന്തായിരുന്നു? മുൻപ് വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. അങ്ങനെ വിശ്വാസം പോകാനായിട്ട് വലിയ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക്കലി പോയതാണ്. കാര്യമായിട്ടൊക്കെ ചുറ്റുപാടുകളെ ഒന്ന് വീക്ഷിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനായിട്ടാണ്? ശരിക്കും വിശ്വസിക്കാനായിട്ടാണ് പാട്. കോമൺ സെൻസ് ഉള്ള ഒരു ആൾക്ക് ദൈവത്തെയോ അല്ലെങ്കിൽ മതത്തെയോ ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും പള്ളിയിലൊക്കെ വീട്ടുകാരുടെ കൂടെ വൈഫിൻ്റെ കൂടെയൊക്കെ പോകുന്ന ആളാണ് കേട്ടോ. കാരണം ഞാൻ ആരുടെ അടുത്തും അങ്ങനെ വാദിക്കാനായിട്ടൊന്നും പോകാറില്ല. അത് മറ്റുള്ള ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ സംസാരിക്കും എന്നുള്ളത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നിരീശ്വരവാദം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അങ്ങനെ സേഫ് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വാഗ്വാദത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് വെറുതെ ആളുകളെ മുഷിപ്പിക്കുന്നത്? ഇപ്പം ഈ മതം അല്ലെങ്കിൽ ഈ മതപുസ്തകത്തിലെ കഥ വെച്ചിട്ട് അവകാശങ്ങളിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ ഞാൻ ചോദ്യം ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരു സംഗതിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഈ മതം, ദൈവം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്? കഥാപുസ്തകങ്ങളിൽ നിന്നിട്ടാണ്. ആളുകൾ അംഗീകരിക്കത്തില്ല, അവർ വേദപുസ്തകം എന്നൊക്കെ പറയും. കഥയിലുള്ളൊരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ക്യാരക്ടറുകളുടെ സംസാരത്തിനെ നമ്മൾ ദൈവമായിട്ടും മതമായിട്ടും ഒക്കെ അങ്ങ് രൂപീകരിക്കുകയാണ്. ചില കഥകൾ എഴുതിയ പുസ്തകങ്ങൾ കഥപുസ്തകങ്ങളായിട്ടും, കാലങ്ങൾക്ക് മുൻപ് ഉള്ള കഥകൾ എഴുതിയ പുസ്തകങ്ങൾ വേദപുസ്തകങ്ങളായിട്ടും മാറും. അപ്പോൾ ഓരോ കാലത്തെയും സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ കൃതികൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ എങ്ങനെ വിശ്വസിക്കാനായിട്ടാണ്? അതേപോലെ ആയിരിക്കുന്ന ജീവിതത്തിൽ തൃപ്തിയുള്ള ഒരു മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ
മറ്റൊരു കാണാത്ത ദൈവത്തെ ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഇഷ്ടം പോലെ ലോജിക്കൽ എറേഴ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ മതപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല ശരിക്കും മതത്തിൽ ആചരിക്കപ്പെടുന്നത്. ഇപ്പോൾ ദൈവസ്നേഹമാണെന്നൊക്കെ പറയും. ഇപ്പോൾ ദൈവം സ്നേഹമാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇയാളെ പുകഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ സെൽഫ് റെസ്പെക്റ്റ്, ക്വാളിറ്റിയുള്ള സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങളോടുള്ള ആത്മീയതയെക്കുറിച്ചിട്ടല്ല പറയുന്നത്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുന്ന സമയത്ത് ദൈവവിശ്വാസമൊക്കെ പോകും. നിങ്ങൾ വേറെ ഒരാളെ അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ഡിപ്പെൻഡ് ചെയ്തൊന്നുമില്ല. നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കെഞ്ചിയിട്ടാണോ എരന്നിട്ടാണോ നിങ്ങളുടെ സാലറി വാങ്ങുന്നത്? അല്ല. നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മയോട് എരന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി ആരാധനകൾ അർപ്പിച്ചിട്ടാണോ അമ്മ ഭക്ഷണം തരുന്നത്? കുട്ടികളോടാണ്. അല്ല. അതേപോലെ നിങ്ങൾ വലിയവൻ തന്നെ, ലോകത്തിലെ ഏറ്റവും മികച്ചവൻ നിങ്ങൾ തന്നെ, നിങ്ങൾ ഭയങ്കര ബലവാനാണ്, നിങ്ങൾ ശക്തൻ തന്നെ, നിങ്ങളുടെ ശക്തിയിൽ ഞങ്ങൾ എത്രയോ നിസ്സാരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണോ നമ്മൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നത്? അല്ല. താൻ സ്നേഹമാണെന്ന് അവകാശപ്പെടുകയും മക്കളെന്ന് പറയുന്ന ആളുകളെ കൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ തെണ്ടിക്കുന്ന, എരക്കൽ പരിപാടി നടത്തിക്കുന്ന, ആരാധനകൾ പിടിച്ചു വാങ്ങുന്ന, ഭീഷണിപ്പെടുത്തി ആരാധന അർപ്പണം ആവശ്യപ്പെടുന്ന ഒരാൾ എങ്ങനെയാണടി നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് വലിയ ആളാവണേ? എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഒരുത്തനെയും, അതിപ്പോൾ ഏത് ദൈവമാണെങ്കിലും, കെഞ്ചി എരന്ന് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പട്ടിണിയാണ്, രോഗമാണ്, ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും എനിക്ക് വയ്യ രാവിലെ മുതൽ വൈകിട്ട് വരെ 24 മണിക്കൂറും നന്ദിയോടെയും കടപ്പാടോടെയും കെഞ്ചി എരന്ന് പേടിച്ച് ജീവിക്കാനായിട്ട്. അതിനേക്കാളിലും ഞാൻ സന്തോഷവാനായിരിക്കും പട്ടിണി കിടന്ന് മരിക്കുന്നതിൽ. നമ്മൾ ആരുടെ അടുത്തൊന്നും കെഞ്ചി ഏറെന്നൊന്നും വാങ്ങാനായിട്ട് ശ്രമിക്കുന്നില്ല, ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. അത് വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ മാന്യമായിട്ട് അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ജെന്യുവിനായിട്ട് സ്നേഹിക്കും. അങ്ങനെ ജെന്യുവിനായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് തിരിച്ച് കിട്ടുന്നതൊക്കെ മതി. അത് എരന്നും ആരാധിച്ചൊന്നും ഒരു സാധനമൊന്നും വാങ്ങിയെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ഞാൻ ആരാധിക്കുന്ന സമയത്ത് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് സൗഹൃദങ്ങളുണ്ട്. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ ആളുകളുണ്ട്. അതേപോലെ തന്നെ ഞാൻ രോഗം വരുമോ എന്ന് പേടിച്ചിരിക്കാറില്ല. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് മക്കളെ ഉണ്ടാക്കി അതുങ്ങൾ മരിക്കുന്നവരെ എന്നെ നോക്കണമെന്ന് വിചാരിക്കാറില്ല. ഞാൻ റിട്ടയർമെൻറ്റ് പ്ലാനിലേക്കൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കുറേ ഫിലോസഫി അടിച്ച് നിങ്ങളെ വെറുപ്പിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ്. അടുത്തത് ഷെയർ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ വീട് പണിത സമയത്ത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ പിൻവലിച്ചിട്ടാണ് വീട് പണിതത്. വീട് പണിതത് ഒരു ബാഡ് ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിനകത്തൊരു സമാധാനമൊക്കെ ഉണ്ട്. എനിക്കൊരു ബാഡ് ഡിസിഷനായിട്ട് ഇടയ്ക്ക് തോന്നിയെന്നുണ്ടെങ്കിലും ആ ഒരു സമാധാനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വീടുള്ളത് കൊണ്ടാണ് ഞാൻ പഠിക്കാനൊക്കെ പോകുന്നത്. കാരണം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ റെൻ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പോയി വരാൻ പറ്റുന്ന ദൂരത്തിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ പിൻവലിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പിൻവലിച്ചു. എനിക്ക് നല്ല ലാഭം കിട്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. കാര്യമായിട്ടുള്ള ലോണടവുണ്ട്. അത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് സേവ് ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. പഠിക്കാൻ കൂടെ ആയതുകൊണ്ട് അങ്ങനെ വേറെ എക്സ്ട്രാ സേവിങ്സ് ഒന്നുമില്ല. പിന്നെ പഠനം എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടയർ എടുത്തിരിക്കുന്നത് പഠിക്കുന്ന കാര്യങ്ങളിലാണ്. 8ാം ക്ലാസ് മുതൽ ഞാൻ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ അസംബ്ലിങ് പഠിച്ചിട്ടുണ്ട്, ഈ എഡിറ്റിങ്, അതേപോലെ തന്നെ ക്യാമറ പോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു 5000 FD ഇടുന്നത് പോലെ അല്ലല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നീട് എനിക്ക് ബൾക്കായിട്ടുള്ള പേയ്മെൻറ്റുകൾ വരും ഇതുപോലുള്ള ജോലികളിൽ നിന്ന്. ഇപ്പം അന്ന് ക്യാമറ എഡിറ്റിങ്ങും പഠിച്ചതുകൊണ്ട് ഇന്ന് യൂട്യൂബിൽ നിന്ന് മാസം കുഴപ്പമില്ലാത്തൊരു ഇൻകം എൻ്റെ ചിലവുകൾക്ക് ഉതകുന്ന തരത്തിലേക്ക് വരുന്നുണ്ടല്ലോ. ഹായ് JBI, താങ്കളെ കേൾക്കുന്നതിലൂടെ ഒരുപാട് ചേഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ 3 വയസ്സുള്ള മോളെ അവൾക്ക് വേണ്ടി ജീവിക്കാൻ പ്രാപ്തയാക്കണം. എനി ടിപ്പ് ഫോർ ദാറ്റ്? എനിക്ക് അങ്ങനെ ഒരു ടിപ്പായിട്ട് തരാനായിട്ടില്ല. പക്ഷേ ഞാനൊരു ഒറ്റ കാര്യം പറയാം. ഇങ്ങനൊരു കമൻറ്റ്, ഇങ്ങനൊരു ചിന്ത താങ്കൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കൊച്ചിൻ്റെ കാര്യമൊക്കെ ഓക്കെയാണ്. അവളെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പ്രാപ്തയാക്കണമെന്നുള്ളൊരു ചിന്ത ഒരമ്മയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പേര് എന്താണ് ഒരു കൊച്ചിന് വേണ്ടത്? അപ്പം അങ്ങനെ ഒരു ചിന്ത ഉള്ളിലുള്ളതുകൊണ്ടും അവൾക്ക് വേണ്ടി ജീവിക്കട്ടെ എന്നുള്ളൊരു ചിന്ത ഉള്ളിലുള്ളതുകൊണ്ടും അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് നടന്നോളും. കാരണം നമ്മുടെ നാട്ടിലെ 90% പേരൻസും ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. എൻ്റെ അമ്മയൊക്കെ നല്ലൊരു പേരൻ്റായിരുന്നു. അപ്പൻ അതിനും കൂടെ മോശമായിരുന്നു.
അപ്പോൾ അമ്മ പോലും നീ നിനക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മയ്ക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇല്ല. അമ്മ മരിക്കുന്നത് വരെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അത്ര നല്ലൊരു അമ്മയായിട്ടും അവസാനം വരെ വേദന തിന്നിട്ടാണ് മരിച്ചത്. ഞാനൊന്ന് സെറ്റിലായി ഒരു 6 മാസം ആ ഒരു ഇപ്പം ഈ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റിയില്ല. അതിനൊന്നും മരിച്ചു. മേ ബി അതും വേണമെങ്കിൽ മറ്റേ ദൈവവിശ്വാസം പോയതിൻ്റെ ഒരു റീസണായിട്ട് പറയാം. എൻ്റെ കസിൻ ജേർണലിസമാണ് +2 പഠിക്കുന്നത്. ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ് ആൾക്ക് താല്പര്യം. എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാമോ? ഇനിയുള്ള കോഴ്സസ്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ. ഞാൻ ജേർണലിസത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയുകയാണ്, ഒരു സജഷൻ പറയുകയാണ്. നിങ്ങൾ ഒരിക്കലും കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കിയിട്ട് ജേർണലിസം ഒരു പാഷനായിട്ട് തിരഞ്ഞെടുക്കരുത്. അതിനൊത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ചെറിയ സംസ്ഥാനമാണ്. നമ്മൾ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. കേരളത്തിലെ കുറച്ച് ജില്ലകൾ, അവർക്കിടയിലുള്ള ചില സംഭവവികാസങ്ങൾ, വലിയ മാധ്യമ പുങ്കവന്മാർ ഇരുന്ന്, ഞാനടക്കമുള്ള ആൾക്കാർ വലിയ കഥകൾ പറയുന്നു, എല്ലാം മലയാളത്തിൽ നമ്മൾ മാത്രം കേൾക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അയലോക്കംകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വർത്താനം. ജേർണലിസം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ നാഷണൽ ലെവലിൽ ചിന്തിക്കണം. അത്യാവശ്യം കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഹിന്ദി ഭാഷയിലേക്കെങ്കിലും മാധ്യമപ്രവർത്തനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി, ആ ഒരു രീതിയിൽ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം, ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ജേർണലിസം ചൂസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇട്ടാളം വട്ടത്ത് നക്കാപ്പിച്ച് കിടന്ന് പട്ടിപ്പണി എടുക്കേണ്ടി വരും. വെറും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊതിയും മണക്കവും തന്നെയായിരിക്കും എന്ന് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതൊരു വലിയ ഭയങ്കര നമുക്ക് ഗിൽറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഈ മാധ്യമപ്രവർത്തകർ വേറെ പല മേഖലകളും കണ്ടെത്തുന്നത്. ഞാനൊന്നും കേരളത്തിലെ ചാനലുകളിലേക്ക് എത്തിപ്പോലും നോക്കിയിട്ടില്ല. നമുക്ക് പറ്റില്ല. ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചാനലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും കണ്ടന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മാധ്യമ സ്ഥാപനങ്ങൾ ആരുടെയാണ്? ഏതെങ്കിലുമൊക്കെ മുതലാളിമാരുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയൊക്കെയാണ്. അവിടെ എങ്ങനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ചെയ്യാനായിട്ടാണ്? ഡിയർ JB, I'm a recent viewer of you. To be frank, I'm not a person who likes your all videos, means all your opinions, but most of them are aligned with my thoughts. And I like your way of talking much. Here I would like to know your point regarding behavior. Everyone wants to behave in a socially desirable way. How do you look that? Is it losing the genuinity or being nice is good at any way? In some point I always doubt that what should I do? Where is the good line? For example, we may have heard that it would be better to open up and express the exact emotions to others. Yet we are taught to hide the emotions if it hurts. Expect this should be addressed. Thank you. ചോദ്യം മനസ്സിലായി. പച്ച മനുഷ്യൻവാദം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഗതിയാണ്. നമ്മളായിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇടങ്ങളിലാണ്. പച്ച മനുഷ്യനായിട്ട് നമ്മൾ ഇടപെടേണ്ട ആളുകൾ എന്ന് പറയുന്നത് നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളാണ്. നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ മക്കൾ, അവിടെയൊക്കെ നിങ്ങൾക്ക് പച്ച മനുഷ്യനായിട്ട് ഇടപെടാൻ പറ്റണം. ആ ഒരു പച്ച മനുഷ്യനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും പറ്റണം. അവിടെ അഭിനയിച്ചിട്ട് പുറത്ത് പച്ച മനുഷ്യനായിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ വീടുകളിൽ മാത്രം നമ്മളായിട്ട് ഇരുന്നാൽ മതി. ബാക്കിയുള്ളിടത്ത് നിങ്ങൾക്കൊരു മാസ്ക് ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ വൾണറബിലിറ്റീസ് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവർ നമ്മളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. ഇത് മനുഷ്യൻ അങ്ങനെയാണ്, ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്നുള്ളതാണ്. ബിഗ് ബോസിലേക്ക് പോകുന്ന ആളുകൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ്? ചിലപ്പോൾ 1 കോടി രൂപ കിട്ടുമായിരിക്കും. 1 കോടി രൂപയ്ക്ക് അവരുടെ വൾണറബിലിറ്റീസ് മുഴുവൻ സമൂഹത്തിന് മുമ്പിലേക്ക് കാണിക്കും. ആജീവനാന്തം അവരത് വെച്ചിട്ട് ഈ ഏത് വില കുറഞ്ഞവനും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞ ആളുകളെന്ന് ഞാൻ വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗുണമില്ലാത്ത, അവന് തന്നെ ഒരു ഗുണമില്ലാത്ത ആളുകളുണ്ട്. അവൻ പോലും ഇവൻ്റെ വൾണറബിലിറ്റീസ് വെച്ച് ജഡ്ജ് ചെയ്യും. എന്തിനാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി ഹെയ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന സമയത്ത് സാധാരണ സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കുന്നത്. ഞാൻ വളരെ നോക്കാതെ വെറും ലോക്കലെന്ന് നിങ്ങൾ പറയുന്ന ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. അതെൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടങ്ങളിലാണ്. എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ എന്തിക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർക്കൊക്കെ അത്ഭുതമാണ് ഞാൻ തന്നെ ആണോ അവിടെ ഉള്ളതെന്നുള്ളത്. അവർ ഇവിടെയുള്ള JB ഒക്കെ വേണമെന്നൊക്കെ ഇടയ്ക്ക് പറയും. നമുക്ക് പറ്റുമോ? കാരണം ഇത് വേറെ ഇടമാണ്, അതെൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസാണ്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം, ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ. അവർ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പുറത്ത് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളെ അസൂയയോടെ നോക്കുന്ന ആളുകളുണ്ടാവാം, നിങ്ങളുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവാം, നിങ്ങൾ തകരണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവാം. അവരുടെ അടുത്ത് നിങ്ങൾ പച്ച മനുഷ്യനായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അത് മണ്ടത്തരാണ്. അടുത്തത് ഡിഫറെൻറ്റ് ബിസിനസ്സസ്, മൾട്ടിപ്പിൾ ഇൻകം സ്ട്രാറ്റജീസ്.
നേരത്തെ ഇഷ്ടംപോലെ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞല്ലോ എല്ലാം ഒതുങ്ങി. എന്നാലും കുറേയൊക്കെ ഉണ്ട് കേട്ടോ. പല സോഴ്സുകളില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് തികയില്ല. നമ്മളുടെ ആ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ജീവിതമൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ പല സോഴ്സുകളില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ യൂട്യൂബ് ഒരു ഇൻകം സോഴ്സാണ്, നല്ലൊരു ഇൻകം സോഴ്സാണ്. യൂട്യൂബ് പ്രൊമോഷൻസ്, നിങ്ങൾക്കറിയാം ഞാൻ അത്യാവശ്യം പരസ്യമൊക്കെ ചെയ്യാറുണ്ട്. ഇൻഷുറൻസ്, ടൈം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊരു ഇൻകം ആണ്. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. ക്രെഡിറ്റ് കാർഡൊക്കെ അഫിലിയേറ്റ് ആണ്. അപ്പം ആരെങ്കിലുമൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ തുക കമ്മീഷനൊക്കെ കിട്ടും. വലിയ തുകയല്ല, ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ വട്ടച്ചെലവൊക്കെ നടക്കും. പിന്നെ കോഴ്സുകളുണ്ട്, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ 2 കോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ വെബ് ഡിസൈനിങ്ങിൻ്റെ കോഴ്സുണ്ട്, അതിൽ നിന്നിട്ട് ഇടയ്ക്കൊക്കെ ചില്ലറയൊക്കെ കിട്ടാറുണ്ട്. ഇതെല്ലാം ഓൺലൈനാണ്. പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. ഞാൻ നേരത്തെ കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് ഇപ്പോഴും പല കോളേജുകളിലേക്കൊക്കെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് വിളിക്കാറുണ്ട്. അതിന് പോകുന്നത് ഒരു ഇൻകമാണ്. പിന്നെ ബ്രാൻഡിങ് കൺസൾട്ടേഷൻ ഇപ്പോഴും നൽകാറുണ്ട്. ചെറിയ ബിസിനസ്സുകൾ, ചെറിയ സർവീസുകൾ, അവർക്ക് എങ്ങനെ അത് ബ്രാൻഡ് ചെയ്യണം, എങ്ങനെ ഇവനൊരു പേരിടുന്നതിൽ പോലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡൻസൊക്കെ ഉണ്ടല്ലോ, പഠിപ്പിച്ച സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ കോണ്ടാക്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ ഡോക്യുമെൻ്ററി പ്രൊജക്റ്റുകൾ, അഡ്വർടൈസിങ് പ്രൊജക്റ്റുകൾ, പിന്നെ ബ്രാൻഡിങ് പ്രൊജക്റ്റുകൾ, അതിലൊക്കെ എന്നെ അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു ഗൈഡൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മെൻറ്ററിങ് ആയിരിക്കാം, ചിലപ്പോൾ ക്ലയൻറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കാം, മാർക്കറ്റ് സെർച്ച് ആയിരിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഞാൻ വളരെ സുഖകരമായിട്ടുള്ള പല സോഴ്സ് ഓഫ് ഇൻകത്തിൽ കൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം. കോവിഡിന് മുൻപ് ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കാർ വാഷ് ബിസിനസ് നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഒരു എഡിറ്റിംഗ് സ്യൂട്ട് നടത്തിയിരുന്നു. അതേപോലെ തന്നെ വേറെ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് പാർട്ട്ണറായിരുന്നു, ഇൻവെസ്റ്ററായിരുന്നു. അത് എനിക്ക് നഷ്ടമായിപ്പോയി. അതേപോലെ തന്നെ ഞാൻ ഒരു ലെതർ പ്രൊഡക്റ്റുകളുടെ ഒരു യൂണിറ്റുമായിട്ട് ടൈപ്പായിട്ട് അത് ഇ കൊമേഴ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് മറ്റേ വിടലിന് മുമ്പേ അടന്നുപോയ ഒരു പൂവായിരുന്നു. അങ്ങനെ കുറച്ച് പൈസയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. കുറേ പോവും, കുറേ കിട്ടും. ഞാനിങ്ങനെ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം വേറെ ഒരു മോഡ് ഓഫ് തിങ്കിങ് ആണ്. അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല. കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടോ. LLB കോഴ്സിൻ്റെയൊക്കെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ കേസും ഇല്ല, ഫീസും ഇല്ല. രണ്ടാമത് കേസുണ്ട്, ഫീസില്ല. മൂന്നാമത് കേസുണ്ട്, ഫീസും ഉണ്ട്. നാലാമത് ഫീസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ശരിക്കും മീഡിയ ഫീൽഡിൽ ഞാനൊക്കെ ചെയ്യുന്ന പരിപാടി അങ്ങനെയാണ് കേട്ടോ. കാരണം ഇപ്പം വലിയ പണിയെടുക്കാതെ നമ്മളുടെ എക്സ്പീരിയൻസ് മറ്റുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ട് മേൽനോട്ടമൊക്കെ വഹിച്ചുകൊണ്ട് ഫീസ് മാത്രം വാങ്ങാൻ പറ്റുന്ന കൺസൾട്ടൻറ്റ് പരിപാടിയൊക്കെ വലിയ ഗുണകരമായിട്ട് ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൾട്ടിപ്പിൾ ബിസിനസ്സും ഇൻകം സോഴ്സുകളും. കച്ചവട താല്പര്യം ഇപ്പോൾ തീരെ അങ്ങടില്ല. ട്രാവലിംഗ് വ്ളോഗ് വീണ്ടും കാണാൻ താല്പര്യമുണ്ട്. ട്രാവൽ ചെയ്യാനായിട്ട് വീണ്ടും താല്പര്യമുണ്ട്. എനിക്കിഷ്ടമാണ്, ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ്, ചുമ്മാ നടന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കത്തില്ല. അതേപോലെ തന്നെ ഈ ബൈക്കിൽ ലോങ് ട്രിപ്പ് വിടുന്ന ഒരു മൈൻഡിലേക്ക്, നമ്മുടെ ഒരു വൈബിലേക്ക് വീട്ടുകാരെന്നോട് എത്തുന്നില്ല. ഭയങ്കര നെഗറ്റീവ് അടിപ്പിക്കുന്നു. പക്ഷേ ഞാൻ ബൈക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ബൈക്ക് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അത്യാവശ്യം ടൂറൊക്കെ പോകാൻ പറ്റുന്ന, അത്യാവശ്യം അഡ്വഞ്ചറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എടുത്തത്. അപ്പോൾ അത് കൊണ്ട് ഞാൻ അത്യാവശ്യമൊക്കെ കറങ്ങി നടക്കാറുണ്ട്. വീണ്ടും ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വേറെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫിനാൻസ് തന്നെയാണ്. പിന്നെ ഉള്ളതിപ്പം പഠിക്കാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ്, മൾട്ടിപ്പിൾ ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിയൊന്നും നിൽക്കാൻ പറ്റുന്നൊന്നുമില്ലല്ലോ. മൊത്തം ചിലപ്പോൾ താളം തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ്. അതൊരു വലിയ പേടിയാണ് കേട്ടോ. നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു ചെറിയ പേടി വരും. അപ്പോഴാണ് നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ വന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി എന്നുള്ള സന്തോഷത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ വന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.